അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെയും ജീവിത അവസ്ഥകളെയും കുടുംബത്തെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും സമർപ്പിച്ചുകൊണ്ട് ഈ പ്രാർത്ഥനയിലൂടെ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് യാചിക്കാം. ആരും കാണാതെ നമ്മൾ കരയുമ്പോൾ നമ്മുടെ കണ്ണുനീർ കാണുന്ന പരിശുദ്ധ അമ്മ നമ്മുടെ ഏതു വേദനയിലും സഹായത്തിനായി ഓടിയെത്തും. നമ്മുടെ കണ്ണുനീർ തുടച്ച് നമ്മുടെ ആവശ്യങ്ങളിൽ അത്ഭുതമായി കടന്നുവരും. മറ്റുള്ളവരാൽ നമ്മൾ പരിഹസിക്കപ്പെടുമ്പോഴും വേദനിക്കുമ്പോഴും അമ്മ നമ്മുടെ അരികിലുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അമ്മയുടെ അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പ്രാർത്ഥനയിൽ മടുപ്പ് കൂടാതെ നിരന്തരം അമ്മയോടൊത്തായിരിക്കാം. ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് അമ്മയുടെ മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയും പാഴായി പോകില്ല. ഇപ്പോൾ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള നിങ്ങളുടെ നിയോഗം സമർപ്പിച്ചുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ മുഴുവൻ പങ്കെടുക്കുക. പരിശുദ്ധ അമ്മ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കും. നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് നിനക്ക് ഉത്തരം തരും. നമുക്കൊന്നു ചേർന്ന് പ്രാർത്ഥിക്കാം. സങ്കീർത്തനങ്ങൾ 119 അധ്യായം 65 തിരുവചനം. കർത്താവേ, അങ്ങയുടെ വചനമനുസരിച്ച് ഈ ദാസന് അങ്ങ് നന്മ ചെയ്തിരിക്കുന്നു. അങ്ങയുടെ കൽപ്പനകളിൽ ഞാൻ വിശ്വസിക്കുന്നതുകൊണ്ട് അറിവും വിവേകവും എനിക്ക് ഉപദേശിച്ചു തരണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, ഈ തിരുവചനത്തിലേക്ക് ഞങ്ങളുടെ ജീവിതത്തെയും ജീവിത അഭിലാഷങ്ങളെയും പ്രാർത്ഥനകളെയും സമർപ്പിക്കുന്നു. അമ്മേ മാതാവേ, അവിടുന്ന് ഞങ്ങൾക്ക് അഭയമായിരിക്കണമേ. അങ്ങയുടെ ആശ്രയത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. അമ്മയുടെ സംരക്ഷണം ഞങ്ങൾ യാചിക്കുന്നു. ഓ എൻ്റെ പ്രിയപ്പെട്ട അമ്മേ, ഞങ്ങളുടെ ജീവിതത്തെ വിവേകത്തോടെ നേരിടുവാനും ഞങ്ങളുടെ ജീവിത ലക്ഷ്യങ്ങൾ എത്തിപ്പിടിക്കുവാൻ ദൈവത്തോട് ഞങ്ങൾക്ക് വേണ്ടി അമ്മ മാധ്യസ്ഥം വഹിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും തടസ്സമായി വരുന്ന എല്ലാ പ്രലോഭനങ്ങളെയും പ്രതിസന്ധികളെയും ദൂരെ അകറ്റണമേ. ഞങ്ങളുടെ മനസ്സും ശരീരവും ആത്മാവും അപകടത്തിൽപ്പെടുമ്പോൾ അമ്മയുടെ കരം ഞങ്ങളെ സംരക്ഷിക്കട്ടെ. പരിശുദ്ധ അമ്മേ, അധ്വാനശീലരും സ്ഥിരോത്സാഹമുള്ളവരുമായി ഞങ്ങൾ ഓരോരുത്തരും ഈ ഭൂമിയിൽ ജീവിക്കട്ടെ. കർത്താവ് അരുളി ചെയ്യുന്നു, നിന്റെ പുത്രരെ ഞാൻ പഠിപ്പിക്കും, അവർ ശ്രേയസാർജിക്കും. ഈ വാഗ്ദാനത്തിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ മക്കളുടെ എല്ലാ നിയോഗങ്ങളെയും അമ്മ സാധിച്ചു തരണമേ. അമ്മയുടെ അത്ഭുത ശക്തി ഞങ്ങൾക്കു വേണ്ടി പ്രവർത്തിക്കണമേ. അമ്മയുടെ മഹത്വത്തിന്റെ സാക്ഷികളാക്കി ഞങ്ങളെ ഉയർത്തണമേ. പരിശുദ്ധ കന്യകാ മറിയമേ, അങ്ങേ പ്രിയപുത്രനോടുള്ള സ്നേഹത്താൽ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ കുടുംബത്തെയും രക്ഷിക്കണമെന്ന് അമ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അത്യന്തം പരിശുദ്ധയും ഏറ്റവും പ്രിയങ്കരിയുമായ മാതാവേ, അമ്മയുടെ കരുണാർദ്രമായ ഒരു നോട്ടം ഞങ്ങളുടെ കുടുംബത്തിന്മേൽ പതിക്കണമേ. ഞാനും എൻ്റെ കുടുംബവും
രക്ഷപ്പെടുവാൻ അതുമാത്രം മതിയാകും. ഓ എൻ്റെ അമ്മേ, അമ്മ ഇന്ന് ഞങ്ങളുടെ ഭവനത്തിലേക്ക് വരേണമേ. ഭവനത്തിൽ വന്ന് എന്നെയും എൻ്റെ ഭവനത്തിലുള്ളവരെയും എല്ലാ കുറവുകളെയും ഏറ്റെടുക്കണമേ. ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഞാനും എൻ്റെ കുടുംബവും അമ്മയിൽ പൂർണ്ണമായും വിശ്വസിക്കുന്നു. അമ്മയുടെ അനുഗ്രഹം ഇന്ന് ഈ ദിവസം ഞങ്ങളുടെ മേൽ വർഷിക്കണമേ. മക്കളായ ഞങ്ങളെ ഞെരുക്കുന്നതും മനോധൈര്യം നഷ്ടപ്പെടുത്തുന്നതുമായ എല്ലാ ബന്ധനങ്ങളും കുരുക്കുകളും അഴിച്ചു മാറ്റണമേ. ദുഷ്ടന്റെ സകല കുതന്ത്രങ്ങളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. അമ്മയുടെ കരുണാർദ്രമായ കരങ്ങൾ ഞങ്ങളുടെ മേൽ നീട്ടണമേ. പരിശുദ്ധ കന്യകാമറിയമേ, എന്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും സമാധാനവും സന്തോഷവും തല്ലിക്കെടുത്തുകയും അങ്ങയോടും അങ്ങേ പ്രിയപുത്രൻ ഈശോയോടും പരിപൂർണമായി ഐക്യപ്പെടുന്നതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ ദുഷ്ടശക്തികളെയും അങ്ങേ പാദപീഠത്തിൽ കൊണ്ടുവന്ന് തകർത്തു കളയണമേ. അമ്മേ മാതാവേ, അമ്മയുടെ സഹായം തേടിയെത്തുന്ന ആരെയും അങ്ങ് ഇതുവരെയും തള്ളിക്കളഞ്ഞിട്ടില്ല, ഇനി ഒരിക്കലും തള്ളിക്കളയില്ല എന്ന പൂർണ്ണ ബോധ്യത്തോടെ അമ്മയുടെ സഹായം ഞങ്ങൾ യാചിക്കുന്നു. അങ്ങേ പക്കൽ ഞങ്ങൾ ഓടിയണയുന്നു. എന്നെയും എൻ്റെ ഭവനത്തെയും ബാധിച്ചിരിക്കുന്ന എല്ലാ ബന്ധനങ്ങളും രോഗങ്ങളും ശാപങ്ങളും അവിടുന്ന് അഴിച്ചു മാറ്റുമെന്ന് ഞാനും എൻ്റെ കുടുംബവും വിശ്വസിക്കുന്നു. അമ്മയിൽ ഞാൻ ആശ്രയിക്കുന്നു. അങ്ങയിൽ ഞാൻ ശരണപ്പെടുന്നു. ആരെങ്കിലും എൻ്റെ പിന്നാലെ വരുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ പരിത്യജിച്ച് തന്റെ കുരിശുമെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ എന്ന അങ്ങയുടെ വചനം ആത്മാർത്ഥമായി സ്വീകരിക്കുവാൻ പരിശുദ്ധ അമ്മ വഴി ഞങ്ങൾക്ക് ഇടയാകട്ടെ. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് മാതൃകയും മാധ്യസ്ഥയുമായി നൽകിയ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അമ്മയുടെ മാധ്യസ്ഥം ഞങ്ങൾ തേടുന്നു. ഞങ്ങളെ ആത്മീയവും ശാരീരികവുമായ എല്ലാ അപകടങ്ങളിൽ നിന്നും രക്ഷിക്കണമേ. അമ്മേ മാതാവേ, അങ്ങയുടെ അനുഗ്രഹദാനങ്ങളാൽ ഞങ്ങളെയും ഞങ്ങളുടെ ഭവനങ്ങളെയും നിറയ്ക്കണമേ. അമ്മയുടെ മാധ്യസ്ഥത വഴിയായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളിൽ ഞങ്ങളോട് കരുണയായിരിക്കണമേ. ഞങ്ങളുടെ നിയോഗങ്ങളെ ഏറ്റെടുത്ത് ഞങ്ങൾക്ക് സാധിച്ചു തരണമേ. അമ്മേ മാതാവേ, അങ്ങ് എൻ്റെ അമ്മയായതിനാൽ ഞാൻ അങ്ങയിൽ ആശ്രയിച്ചുകൊണ്ട് എനിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ നിയോഗങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങന്റെ അമ്മയായതിനാൽ ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. എൻ്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുമെന്ന് ഞാൻ അമ്മയിൽ വിശ്വസിക്കുന്നു. ഉണ്ണീശോയുടെ തൃക്കരങ്ങളിൽ എൻ്റെ പ്രാർത്ഥനകളും യാചനകളും സമർപ്പിക്കണമേ. എൻ്റെ ജീവിതത്തെ വേദനിപ്പിക്കുന്ന പ്രശ്നങ്ങളും സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളും കർത്താവിൻ്റെ ദാനമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനാൽ ഞാൻ ഭയപ്പെടുകയോ തളരുകയോ ഇല്ല. ഏതു പ്രതിസന്ധികളിലും ദൈവത്തിന്റെ വചനം എനിക്ക് ഉറപ്പുള്ള താങ്ങാണ്. ഞാൻ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ കർത്താവ് എൻ്റെ കരം പിടിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അമ്മേ മാതാവേ, ആയതിനാൽ ഒന്നിനെയും ഭയപ്പെടാതെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നേറുവാനുള്ള
വിവേകവും വിജ്ഞാനവും കരുത്തും എനിക്ക് നൽകണമേ. അമ്മയുടെ സഹായം എപ്പോഴും കൂടെയുണ്ടെന്നുള്ള ഉത്തമ ബോധ്യത്തിൽ നിലനിന്നുകൊണ്ട് ജീവിക്കുവാൻ എന്നെയും എന്റെ ഭവനത്തിലുള്ളവരെയും അമ്മ ആശീർവദിക്കണമേ, സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ. അമ്മേ മാതാവേ, കാരുണ്യപൂർവം ഞങ്ങളുടെ നിയോഗങ്ങളെ ഏറ്റെടുക്കണമേ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയങ്ങളും, ഞങ്ങൾ പ്രത്യേകമായി സമർപ്പിക്കുന്ന ഈ നിയോഗങ്ങളും ഏറ്റവും വേഗത്തിൽ സാധിച്ചു കിട്ടുവാൻ ഈശോയോട് അമ്മ മാധ്യസ്ഥം പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളെയും ആശീർവദിക്കണമേ. ദൈവത്തിന്റെ തിരുവചനം സജീവവും ഊർജ്ജസ്വലവുമാണല്ലോ. അതിലൂടെ ഞങ്ങൾക്ക് എല്ലാം സാധിച്ചു കിട്ടുമെന്നുള്ള ഉത്തമ ബോധ്യത്തിൽ ആയിരുന്നുകൊണ്ട് ഞങ്ങളെ പൂർണ്ണമായും ഞങ്ങളുടെ പ്രാർത്ഥനകളെയും യാചനകളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങൾക്കു വേണ്ടി അമ്മ അത്ഭുതം പ്രവർത്തിക്കണമേ. ഞങ്ങൾക്കു വേണ്ടി അമ്മ മാധ്യസ്ഥം വഹിക്കണമേ. ആമേൻ.